തൻ്റെ മാതാവിനൊപ്പം ആദ്യമായി ശിവക്ഷേത്രത്തിൽ എത്തിയതാണ് ഈ കുഞ്ഞ്. അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം നട തുറന്നപ്പോൾ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിവലിംഗത്തെ കണ്ട് എന്തെന്നില്ലാത്തൊരാകർഷണം അവനിൽ നിറയാൻ ആരംഭിച്ചു. ശേഷം നടയുടെ മുൻപിൽ എത്തിയപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും അറിയാത്ത ആ കുഞ്ഞിൽ നിന്നും പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉറക്കെ മുഴങ്ങാൻ തുടങ്ങി. ഇതാണ് മുൻജന്മ ഭക്തി. അനേകം ജന്മങ്ങളായി ഒരേയൊരു ഭഗവാനിൽ മാത്രം ഹൃദയം അലിഞ്ഞു ചേർന്നാൽ സംഭവിക്കുന്ന ദൈവീകമായ അനുഭവം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടുകയും അവരോട് ആഴമേറിയ ആത്മബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത്. മനുഷ്യർക്കിടയിൽ ഇവ ധാരാളം സംഭവിക്കാറുണ്ടെങ്കിലും ഈശ്വരനുമായി അഥവാ നിങ്ങളുടെ ഇഷ്ടദേവതയുമായി പോലും ഇവ സംഭവിക്കാറുണ്ടെന്ന് ഭൂരിഭാഗം വ്യക്തികളും തിരിച്ചറിയാറില്ല. പുരാണ കഥകളോട് താല്പര്യം തോന്നുക, ഒരു പർട്ടിക്കുലർ മൂർത്തിയുടെ ക്ഷേത്രങ്ങളും രൂപങ്ങളും സ്വപ്നത്തിൽ തെളിയുക, മറ്റൊരു മതത്തിൽ വളർന്നിട്ട് പോലും ശിവൻ, ദേവി, മുരുകൻ പോലുള്ള മൂർത്തികളോട് എന്തെന്നില്ലാത്ത അടുപ്പം തോന്നുക, ഇവയെല്ലാം ആ ദേവതയോട് നിങ്ങൾക്കുള്ള പൂർവജന്മ ബന്ധത്തിൻ്റെ സൂചനകളാണ്. എന്നാൽ അതേസമയം കുറച്ച് സൂചനകൾ കൊണ്ട് മാത്രം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനായി ഇനി പറയാൻ പോകുന്ന 3 ഡിവൈൻ സൈനുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടന്നിട്ടുണ്ടാകണം. ആ 3 ഡിവൈൻ സൈൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ സൈനാണ് സ്മരണ. ഒന്ന് ഓർത്തു നോക്കുക, നിങ്ങളുടെ ഇഷ്ടദൈവം ജീവിതത്തിൽ പ്രവേശിച്ചത് തികച്ചും യാദൃശ്ചികമായാണോ? എങ്കിൽ ഇതിനെയാണ് സ്മരണ എന്ന് പറയുക. ഉദാഹരണത്തിന്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു ശിവഭക്തനായിരുന്നെങ്കിൽ അദ്ദേഹത്തോടുള്ള ഭക്തിയും അനുഷ്ഠിച്ച മന്ത്രജപങ്ങളുടെ എനർജിയും ഇപ്പോഴും നിങ്ങളുടെ പ്രാണിക് ബോഡിയിൽ ഉണ്ടാകും. പക്ഷേ ഈ ജന്മം മറ്റൊരു ശരീരത്തിൽ ജനിച്ചതുകൊണ്ട് താൽക്കാലികമായി അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാകില്ല. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ തിരികെ ലഭിക്കണമെങ്കിൽ പൂർവ്വജന്മത്തിൽ ഉപാസിച്ച ആ ഇഷ്ടദേവതയുമായി വീണ്ടും ബന്ധം സ്ഥാപിച്ചിരിക്കണം. ഇത് നടപ്പാക്കാനാണ് നിങ്ങളുടെ കുട്ടിക്കാലത്ത് യാതൊരു കാരണവുമില്ലാതെ ഒരു ദേവതയോട് മാത്രം അമിതമായ ആകർഷണം തോന്നിയത്. അവരുടെ കഥകളും മന്ത്രങ്ങളും എവിടെ കേട്ടാലും പരിസരബോധം മറന്ന് ലയിച്ചിരുന്നത്. മുൻജന്മത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഉപാസിച്ച മൂർത്തിയാണ് ഈ ജന്മത്തിൽ കഥകളുടെയും ചിത്രങ്ങളുടെയും രൂപത്തിൽ സൂചനകൾ നൽകി നിങ്ങളെ വീണ്ടും അവരിലേക്ക് ആകർഷിക്കുന്നത്. രണ്ടാമത്തെ സൈനാണ് മാനസദീക്ഷ. ദേവതയുമായി ആത്മാർത്ഥ ഭക്തിയുള്ളവർക്ക് അവരെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. എന്നാൽ ആ ദേവതയുമായി മുൻജന്മ ബന്ധമുള്ളവർക്ക് പല അമൂല്യമായ മന്ത്രങ്ങൾ അവരിൽ നിന്നും ദീക്ഷയായി ലഭിക്കുകയുള്ളൂ. വ്യക്തമായി പറയാം, ഏതൊരു വ്യക്തിയുടെയും ആത്മീയ ഭൗതിക ഉയർച്ചയ്ക്ക് ജെന്യുവനായ ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അത്യാവശ്യമാണ്. എന്നാൽ പല ജന്മങ്ങളോളം ഒരു ദേവതയുമായി കണക്റ്റഡ് ആണെങ്കിൽ അവരായിരിക്കും നിങ്ങളുടെ ഓരോ കർമ്മങ്ങളെയും അനുഗ്രഹങ്ങളെയും സ്വാധീനിക്കുക. ഈ സാഹചര്യത്തിൽ പുറത്തു നിന്നുള്ള ഗുരുവിന് പകരം ആ ദേവത തന്നെ സ്വപ്നത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ സവിശേഷമായ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ദീക്ഷയായി നൽകും. ഇതിനെയാണ് മാനസദീക്ഷ എന്ന് പറയുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന മന്ത്രങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ പ്രാണമയ കോശത്തെ ശുദ്ധീകരിച്ച് ദേവതയുടെ മൂലശക്തികൾ 7 ചക്രങ്ങളിൽ സ്വരൂപിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. സത്യത്തിൽ ഇവരാണ് ഭാവിയിൽ ലോകത്തെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ള മനുഷ്യരായി ട്രാൻസ്ഫോം ആവുന്നത്. ഇവ രണ്ടും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മൂന്നാമത്തെ സൈനായ പാപനാശത്തിൽ എത്തിച്ചേരും. പലതവണയായി ഒരു മനുഷ്യൻ ചെയ്യുന്ന മോശമായ കർമ്മങ്ങളെയാണ് പാപമെന്ന് ടെക്നിക്കലി പറയുന്നത്. ഇത്തരം കർമ്മങ്ങൾ ഒരളവിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് മാരക രോഗങ്ങളുടെയും കർമ്മദോഷങ്ങളുടെയും രൂപത്തിൽ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുന്നത്. സാധാരണ മനുഷ്യർക്ക് ഇത്തരം കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ രക്ഷയില്ല. എന്നാൽ ഇഷ്ടദേവതയുമായി ജന്മങ്ങളോളം ബന്ധമുള്ളവർക്ക് ഈ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികൾ തനിയെ വന്നു ചേരാറുണ്ട്. പണ്ട് നിങ്ങൾക്കുണ്ടായ കാർമിക് റിലേഷൻഷിപ്പുകൾ, വർഷങ്ങളോളം നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, ഒരുപാട് വേദന സഹിച്ചതിനു ശേഷം മാത്രം ലഭിച്ച നേട്ടങ്ങൾ, ഇവയെല്ലാം ഇത്തരം പാപങ്ങളെ ചുരുങ്ങിയ സമയത്ത് ഇല്ലാതാക്കാൻ ആ ദേവത സ്നേഹത്തോടെ നൽകിയ മാർഗങ്ങളായിരുന്നു. ഒരിക്കലെങ്കിലും ഇത്തരം വെല്ലുവിളികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാർമിക് പ്യൂരിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അഥവാ ഇപ്പോഴാണ് ഇവയെല്ലാം അനുഭവിക്കുന്നതെങ്കിൽ പൂർണ്ണ ധൈര്യത്തോടെ അവയെ നേരിടാൻ തയ്യാറാവുക. ചുരുക്കി പറഞ്ഞാൽ, ഭക്തി എന്നത് ആചാരങ്ങളിലും നെറ്റിയിലണിയുന്ന തിലകത്തിലും മാത്രം ഒതുങ്ങുന്നവയല്ല. അത് ജീവിതത്തിനും ഇനി വരാനിരിക്കുന്ന ജീവിതങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഇഷ്ടദേവതയോടുള്ള ആഴ്ന്ന ബന്ധമാണ്.
ഈ ബന്ധത്തിന് ശേഷമേ മറ്റേത് ബന്ധങ്ങൾക്കും ജീവിത വിഷയങ്ങൾക്കും യഥാർത്ഥ ഭക്തർ പ്രാധാന്യം നൽകാറുള്ളൂ. അങ്ങനെ സ്വയം സമർപ്പിക്കുന്ന വ്യക്തികൾക്കേ ഭഗവാനെ പ്രാപിക്കാനും സാധിക്കുകയുള്ളൂ.